attention to the book of Isaiah, chapter 41, verses 10. നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. Fear not, for I am with you. Be not dismayed, for I am your God. I will strengthen you. Yes, I will help you. I will uphold you with my righteous right hand. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. Fear not, for I am with you. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. Be not dismayed, for I am your God. ഞാൻ നിന്നെ സഹായിക്കും. I will help you. ഞാൻ നിന്നെ ശക്തീകരിക്കും. I will strengthen you. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. With my righteous right hand I will uphold you. നമുക്ക് വായിക്കാം സങ്കീർത്തനം 46 ഒന്നുകൂടെ. Let us also read Psalms 46 verse 1. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. God is our refuge and strength, a very present help in trouble. നമ്മുടെ ദൈവം നമ്മുടെ സങ്കേതമാണ്, നമ്മുടെ ഗോപുരമാണ്. Our God is our refuge and strength. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. He is a very present help in our trouble. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. He is an ever present help in our trouble. നമ്മുടെ ദൈവം ദൂരത്ത് നിൽക്കുന്ന ഒരു ദൈവമല്ല. Our God is not someone who stands afar. പിന്നെ അവന് അടുത്ത് നിൽക്കുന്ന ദൈവമാണ്. But he is someone who stands close to us. He is not passive. He is not passive. He is not a distant observer. He is not a distant observer. നമ്മെ ദൂരത്ത് നിന്ന് വീക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. He is not a distant observer. നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരുവനാണ് നമ്മുടെ ദൈവം. But he is someone who comes close to us and works in our lives. നമ്മുടെ പ്രയാസങ്ങളിലേക്ക്, in the midst of our troubles, നാം നീറി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളിലേക്ക്, in the troubled situations we are praying for, അവൻ അതിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. he is someone who comes down to that situation and works. അതിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ആക്റ്റീവായി കാര്യങ്ങളെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു. He is someone who enters that situation and works actively for us. ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കണം, കഴിഞ്ഞ കാലം നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ, എല്ലാ പഴുതുകളും അടഞ്ഞെന്ന് തോന്നിയപ്പോൾ, ഇനി വഴിയില്ല എന്ന് തോന്നിയപ്പോൾ, അതിൻ്റെ മധ്യത്തിലേക്ക് എപ്രകാരമാണ് ദൈവം ഇറങ്ങി വന്നത്? Let us speak to ourselves today in the midst of our situations when all the ways were shut, all the doors were closed, how God dealt with us in those situations. നിങ്ങളുടെ ആ സാഹചര്യങ്ങളിലേക്ക് ഏത് വിധത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി പ്രവർത്തിച്ച് നിങ്ങളെ സഹായിച്ചത് എന്ന് നിങ്ങളൊന്ന് ഓർക്കണം. Let us remember how the Spirit of the Lord entered those situations and worked for us. നിങ്ങളോട് തന്നെയുള്ള ഒരു ചോദ്യമായി ഉയർത്തണം. ആ വിവിധ പ്രയാസമേറിയ സന്ദർഭങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി എങ്ങനെ വന്ന് പ്രവർത്തിച്ചു? Let it be a question we ask ourselves today in the midst of those various troubles, how God dealt with us. അങ്ങനെ നാം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ചില മറുപടികൾ കിട്ടും. And when we ask those questions, we will receive some answers from it. എത്രമാത്രം പേഴ്സണലായിട്ട് ദൈവം നമ്മോട് സംസാരിച്ചു, നമ്മുടെ വിഷയങ്ങളിൽ ഇൻവോൾവ് ആയി എന്നുള്ളത് നാം ഇന്നൊന്ന് ചിന്തിക്കണം. We need to understand how God took that as a personal thing and dealt with us in those situations. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം തൻ്റെ ജനത്തെ ഏത് വിധത്തിലാണ് സഹായിച്ചത് എന്നുള്ളത് നാം ഓർക്കണം. Not just that, how God helped his people through his word, we need to understand. മാനവ ചരിത്രത്തിൽ ദൈവം എങ്ങനെയാണ് ഇടപെട്ടതെന്ന് നാം ഗൗരവമായി ചിന്തിക്കണം. We need to think how God did work in the human history. നാം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം പ്രാരംഭമായി കേട്ടു, he is not a distant observer. When we think about the word of God, as we heard, he is not a distant observer. മാറി നിന്നുകൊണ്ട് നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കണ്ട് ഒരു കാഴ്ചക്കാരനായി നിൽക്കുന്നവനല്ല നമ്മുടെ ദൈവം. He is not a distant observer who stands afar and observes our situation. ഇന്ന് പകൽക്കാലം എല്ലാവരുടെയും ശ്രദ്ധ ദൈവത്തിങ്കലേക്ക് ഉയർത്തുകണം
പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. The Holy Spirit desires everyone to be attentive to the Lord today. നമ്മുടെ ഓൾ മൈൻഡ് പൂർണ്ണമായും ശ്രദ്ധയോടെ ദൈവത്തിങ്കലേക്ക് ഉയർത്തുക. Let our full mind be fully attentive to the Lord today. ആ ദൈവത്തെ തന്നെ ശ്രദ്ധിച്ചു നോക്കുക. Let us continue to pay attention to the Lord only. അവൻ ഹ്യൂമൻ ഹിസ്റ്ററിയിലേക്ക് സ്റ്റെപ്പ് ഇൻടു ആയത് എങ്ങനെയാണെന്ന് നാം ശരിയായി ധ്യാനിക്കുവാൻ പോകുകയാണ്. Let us understand how he stepped into human history. അങ്ങനെയാകുമ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിന് വേണ്ടുന്നത് അവൻ നൽകി. പരിശുദ്ധാത്മാവ് അവരെ ബലപ്പെടുത്തിക്കൊണ്ട് അയക്കും. If that's the case, then the Lord will provide to you what you need and send you off. അത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് അതീതമായി ഉള്ള ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. And when we think about it, we'll find a God greater than our thoughts today. നമ്മുടെ വിഷമങ്ങളെ കണ്ട് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചക്കാരനല്ല, മറിച്ച് അതിനപ്പുറമായി ഒരു ദൈവമെന്ന സ്റ്റാറ്റസിൽ അധികമായി നമ്മുടെ ആ കൺസെപ്റ്റിൽ നാം കാണുന്ന ദൈവമെന്നുള്ള ചിന്തകൾക്ക് അതീതമായി ഒരു പവർഫുൾ സോഴ്സ് വിഷയത്തിലേക്ക് ഇറങ്ങി ഇടപെടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. He is not just a God who just stands afar and observes us or just helps us in our troubles, but we will feel a presence of a powerful God who is greater than that status of God in our lives. നാം കർത്താവിനെ ദൈവത്തെ അപ്രകാരം ധ്യാനിക്കുമ്പോൾ ദൈവമെന്നുള്ളതായ ചിന്തകൾക്കതീതമായി നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളികളെ പുഷ് ചെയ്ത് മാറ്റി അതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ഒരു പകലാണ് ഈ പകൽ എന്നെത്ര പേർ വിശ്വസിക്കും? Amen. When we think about God, he is not a God just merely as a status, but he who comes down and pushes away all our obstacles, and that is that God in our lives today. നമ്മുടെ ജീവിതത്തിന്റെ വെല്ലുവിളികളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് ഇടപെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് താല്പര്യപ്പെടുന്നു. The Spirit of the Lord is willing to come down onto the challenges we are facing today. ഇത് പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ ഭാഗമായിട്ടുള്ളതല്ല, മറിച്ച് ദൈവ സൃഷ്ടിയായ മനുഷ്യൻ, തന്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, തന്റെ ആത്മാവിനാൽ ബലപ്പെടുത്തപ്പെട്ടതായ മനുഷ്യൻ ഈ ലോകത്തിന്റെയും അവന്റെ ജീവിതാനുഭവങ്ങളിലും ഉയർന്നു വരുന്ന ക്രൈസിസിനെ നേരിടുവാൻ വേണ്ടി വാസ്തവമായും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. This is not part of a prosperity gospel, but the man who was created in the image of God, the Lord wants to help him to face the troubles he faces in his life today. നാം അപ്രകാരം ദൈവത്തെ കാണുമ്പോൾ വാസ്തവമായും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ഇന്ന് അനുഭവമാക്കുവാൻ ഇടയാവും. When we see God in that sense, we will clearly see the work of God being manifested in our lives today. നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. Let us be with full prayer in the presence of the Lord. ദൈവത്തിന്റെ ആത്മാവ് വളരെ ഹൃദ്യമായി നമ്മോട് ഇടപെടുവാൻ പോകുകയാണ്. The Spirit of the Lord is going to clearly deal with us today. യെശയ്യാ പ്രവചനത്തിലെ ആ വാക്യത്തിൽ നിന്ന് ഒരു പദം ഞാൻ എടുക്കുകയാണ്. The words we read in Isaiah, we'll take one word phrase from it. ആ പദമാണ് I will help you. That phrase is I will help you. ഞാൻ നിന്നെ സഹായിക്കും. I will help you. 115 സങ്കീർത്തനത്തിലും അപ്രകാരം ഒരു പദമുണ്ട്. In Psalms 115 also there is a phrase like that. ഞാൻ നിന്നെ സഹായിക്കും. I will help you. പ്രിയമുള്ളവരെ, ആ പദത്തിന്റെ അർത്ഥം the active intervention of God. The meaning of that phrase is an active intervention of God. നമ്മെ സഹായിക്കുമെന്ന് പറയുമ്പോൾ നാം ഇന്ന് എങ്ങനെയാണ് ആ പദത്തെ നിങ്ങൾ ഓരോരുത്തരും എടുത്തിരിക്കുന്നത്? When we say I will help you, how do we understand that? നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഓരോ പദങ്ങളും ഒത്തിരി ദൈർഘ്യമുള്ളൊരു ശുശ്രൂഷ ആയിരിക്കില്ല, പക്ഷെങ്കിൽ ആ വാക്കുകളെ നിങ്ങൾ എടുക്കണം. സഹായിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് അതിനെ എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്? When we say I will help you, how do we take it or understand it? അതിൻ്റെ ആ പദങ്ങളെ റെഫർ ചെയ്യുന്നത് ഇങ്ങനെയാണ്: the active intervention of God. That phrase is referred as an active intervention of God. എന്ന് പറഞ്ഞാൽ സഹായം ആവശ്യമുള്ളതായ ജീവിത മണ്ഡലങ്ങളിൽ ദൈവം സർവ്വവല്ലഭത്വത്തോടെ ഇറങ്ങി വന്ന് ആ വിഷയങ്ങളുടെ നടുവിൽ ഇടപെടുന്നു എന്നുള്ളതാണ്.
It means that all the areas of our life which we need help for, God is coming clearly and helping us. അവൻ ദൂരത്ത് നിൽക്കുകയല്ല, മാറി നിൽക്കുകയല്ല, കാഴ്ചക്കാരനായി നിൽക്കുകയല്ല, പിന്നെയോ അവൻ ആ വിഷയത്തിനകത്തേക്ക് വന്ന് ഇടപെടുന്നു. He is not standing afar or standing distantly, but he is coming down to that matter and helping ഇന്ന് നാം us. ലോകത്തിലേക്ക് നോക്കുമ്പോൾ When we look into the world today, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, എന്താണ് മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് എന്ന് കാണാൻ നോക്കിയിരിക്കുന്ന ഒരു ലോകമാണ്. it is a world which is trying to see what is going to happen in others' life. ഇന്ന് അനേക വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിപത്തിനേക്കാൾ സമൂഹം അതിനെ എങ്ങനെ കാണുന്നു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ട്. Most of the people today pay more than their personal opinions. They are worried about how people look into them. ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ആ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തങ്ങളത് വഹിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ, ഇത് കാണുന്നുണ്ടോ, അവരുടെ കമന്റ് എന്താണ് എന്ന് ചിന്തിക്കും, അതിലാവലാതിപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകം. When people are going through troubles and carrying their burdens, but they are still wanting to see what others comment and what others think about them. ശരിയല്ലേ ആ ചോദ്യം? Is it not true? ഏറ്റവും വലിയ വെല്ലുവിളി അതല്ലേ, മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളതൊരു വിഷയമല്ലേ? Is it not a great challenge that what will others say about me? മറ്റുള്ളവർ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ലേ? Is it not true how others see about me is a matter for us? എന്നാൽ ഇതിന് ശാശ്വതമായ പരിഹാരമുള്ളത് വാസ്തവമായി നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിലാണ്. But there is an everlasting solution to it only in the presence of our God today. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8:24 ഇങ്ങനെ പറയുന്നു. In the Gospel of Luke chapter 8 verse 24 it says, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു. Lord, we are being destroyed. ശിഷ്യന്മാരുമായി കർത്താവ് പോകുന്ന ഒരു യാത്രയാണ്. It is a journey where the Lord is traveling with his disciples. ഇത് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്തുള്ള സംഭവമാണ്. It is historically event when he was in his public ministry. ഈ ബോട്ടിനകത്ത് ശിഷ്യന്മാരുണ്ട്. In this boat his disciples are present. അവർ ഒരുമിച്ച് മുമ്പോട്ട് പോവുകയാണ്. They are traveling together. പെട്ടെന്നാണ് അവിചാരിതമായിട്ട് കാറ്റ് ഉയർന്നു വന്നത്. And suddenly a storm is rising. ഭയങ്കരമായ തിരമാലകൾ അതുമൂലം ഉയരുവാനിടയായി. And through that high waves are coming towards them. നമുക്കറിയാവുന്ന ഭാഗമാണെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെലിവറൻസ് ലൈനിലേക്ക് സഭയെ ഇന്ന് കൊണ്ടുപോകുന്ന പകലാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. We are familiar with this passage, but the Holy Spirit is taking us in a very powerful manner today. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കംപ്ലീറ്റ് ആയി ഇതിനാവശ്യമാണ്. Therefore your prayers are completely necessary today. നിങ്ങളുടെ ഭാഗികമായ പ്രാർത്ഥനയല്ല, It is not an outward prayer, കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാകണം ഇന്നത്തെ ശുശ്രൂഷയിൽ. but a complete involvement from inside and കാരണം outside. കംപ്ലീറ്റ് ആയി കർത്താവ് ഇൻവോൾവ് ആകാൻ പോവുകയാണ്. Because God is going to be completely involved. പരിശുദ്ധാത്മാവ് ഇൻവോൾവ് ആകാൻ പോവുകയാണ് നിങ്ങളുടെ വിഷയത്തിൽ. The Holy Spirit is going to be completely അവൻ involved. കേറി ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. എത്ര പേര് പറയും അത്? He is going to come and intervene for us. How many of us can proclaim എന്റെ that? സാഹചര്യത്തിലേക്ക് കേറി ഇടപെടാൻ He പോവുകയാണ്. is going to enter into my situation and intervene. തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് അതിലേക്ക് കയറി ഇടപെടാൻ പോവുകയാണ്. He is going to remove the obstacles and intervene in my situations. ഹല്ലേലൂയ. ആ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകട്ടെ. Let that prayer come from our hearts. ഇവിടെ ശക്തമായ കൊടുങ്കാറ്റ്, Here a strong storm is coming up അതിശക്തമായ തിരമാല, and strong waves are fighting against. ഇപ്പോൾ നടുക്കടലിലാണ് ഇപ്പോൾ. And they are in the midst of the sea മാത്രമല്ല അർദ്ധരാത്രി. and also midnight. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ സാഹചര്യങ്ങളുടെ ആ ഗ്രിം നേച്ചർ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. Just try to understand the grim nature of that situation. എത്രമാത്രം കാഠിന്യമേറിയതാണ്. How difficult it is. ആ ഒരു സാഹചര്യത്തിൽ ഒരു വിടുതൽ സാധ്യമാണോ? Is there a rescue in that situation? ഇവിടെ ഇതിന്റെ പശ്ചാത്തലത്തിൽ അവർ രക്ഷപ്പെടുമെന്നുള്ളതായ അവരുടെ ചിന്തകൾ അസ്ഥാനത്തായിരിക്കുന്നു. Their thoughts are in a way that they won't be able to be saved. ഇനിയും മുൻപോട്ടൊരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് തോന്നത്തക്ക നിലയിലുള്ളതായ ചലഞ്ചസിലാണവർ. They are in a challenge which doesn't show a future in their lives. നിങ്ങൾ നോക്കണം, കർത്താവ് പേര് വിളിച്ച് തെരഞ്ഞെടുത്തവരാണ്. We should understand these are the people God has named and chosen. കർത്താവിന് വേണ്ടി അവർ ഹൃദയം കൊടുത്തവരാണ്. They have surrendered their hearts to the Lord. കർത്താവിന് ഒരുപാട് പദ്ധതികൾ അവരിലൂടെ ചെയ്യുവാനുണ്ട്. And God has great plans for them.
ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ്. They have all this, but in this current situation, they cannot ഈ escape. ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് പടകിൽ ഉറങ്ങുന്ന കർത്താവിനോട് പറയുന്നത്, നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു. And in this situation, they are shouting to Jesus who is sleeping, Master, we are perishing. നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സാഹചര്യത്തെ കുറിച്ച് കൃത്യമായ ഒരു അവയർനെസ്, ഒരു നോളജ് അവർക്കുണ്ടായി. We need to understand they had that clear awareness and knowledge about that situation. പലരും ഇന്ന് ലോകത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥനയുണ്ട്, സഭായോഗങ്ങളിൽ അവൈലബിൾ ആണ്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉയർന്നു വരുന്ന ശൂന്യതകളുടെ ആഴത്തെ ഗ്രഹിക്കാതെ പോകുന്നു. Many people, as they travel in this world, they are worshiping, praising God, available for God, but they do not understand their situation, the troubles they are going through. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ദൈവ പൈതലായിരിക്കുമ്പോൾ ദൈവം വലിയവനാണെന്നും ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ചിന്തകൾ ഒരു ഭാഗത്ത് നമുക്കുള്ളപ്പോൾ തന്നെ നാം അറിയണം, നമ്മുടെ സാഹചര്യത്തിൻ്റെ സങ്കീർണത ശരിക്കും നാം അറിയണം. Even though we are in a relationship with God and we know God will work for us, but we also need to understand the seriousness of our situations. എല്ലാവരും ഇവിടെ തന്നെയാണോ? Are we all present here? ആ സാഹചര്യത്തിൻ്റെ സങ്കീർണത അറിയുമ്പോഴാണ് ഹൃദയം ഉരുകാൻ തുടങ്ങുന്നത്. When we understand the depth of that situation, that's when our heart starts melting. അപ്പോഴാണ് പ്രാർത്ഥനയുടെ തലങ്ങൾ മാറുന്നത്. That's when our prayers change. നിലവിളിയുടെ അളവ് കൂടുന്നതും കുറയുന്നതും അതിനനുസരിച്ചാണ്. That is when the levels of our prayers start going up and down. ഹല്ലേലൂയ. തലവേദനയുള്ളതായ ഒരു വ്യക്തി ജസ്റ്റ് ചിന്തിക്കുക. ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, അതൊരു ബ്രെയിൻ ട്യൂമറാണ്. പക്ഷെങ്കിൽ ഈ വ്യക്തി അറിയുന്നില്ല. വ്യക്തി വിക്സും ടൈഗർ ബാമുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. എടുക്കുമ്പോൾ റിലീഫ് ഉണ്ടാകുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നത്തേതിൽ ഇതൊന്നും അറിയുന്നില്ല. ഈസി ആയിട്ട് യാതൊരു ചിന്തകളും മറ്റ് ചിന്തകളില്ലാതെ മുമ്പോട്ട് പോകുന്നത് പോലുള്ള ഒരവസ്ഥ. Just for example, if a person is having a headache, it is brain tumor, but he is not aware about it. He just applies Vicks and takes normal medicines and going lightly forward. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആരംഭമാണെന്നൊരു തോന്നലുണ്ടായാൽ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ ഏതവസ്ഥയിൽ മാറും? But if that person understands it is a beginning of a tumor, how will he react to that situation? അല്ലെങ്കിൽ നാം കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങൾ ഇതൊരു ഡേഞ്ചർ സോണിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതായ അറിവ് ഇല്ലെങ്കിൽ ഹല്ലേലൂയ, ആ വ്യക്തിക്ക് എപ്രകാരമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള ഒരു ഫേവറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? And even when we go about, if we know that we are going into a danger zone, how will we be in the presence of the Lord and pray in the presence of the Lord? നോക്കണം, പടകിനകത്ത് കർത്താവുണ്ട്. Let us see, Jesus is there in the boat. കർത്താവ് അവരുടെ കൂടെ തന്നെ ഉണ്ട്. Jesus is with them. അവരെ തെരഞ്ഞെടുത്തത് കർത്താവാണ്. Jesus has chosen them. വേണ്ടുന്നതെല്ലാം നൽകി കൊടുത്തിട്ടുള്ളത് കർത്താവാണ്. Jesus have provided them everything they need. വിശന്നപ്പോൾ അവർക്ക് ആഹാരമെല്ലാം കൊടുത്തിട്ടുണ്ട്. They were given food when they were hungry. എന്നാൽ ഇപ്പോൾ അവരുടെ ജീവൻ അപകടത്തിലാവുകയാണ്. എല്ലാ സ്വപ്നങ്ങളും പൊലിഞ്ഞു പോകുന്ന ഒരു സ്റ്റേജിൽ അവർ വന്നിരിക്കുന്നു. But now their lives are in danger and all dreams are coming to an end. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അവരുടെ നിലവിളി ഉയർന്നത്, നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു. That is why they shouted, Master, we are perishing. ഓർക്കണം, നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു. Let us remember, Master, we are perishing. അടുത്ത വേർഡ് ഇതാണ്, അവർ അവനെ എന്ത് ചെയ്തു? ഉണർത്തി. The next word was they lifted him up. അപ്പോൾ ഓർക്കണം, സാഹചര്യങ്ങളുടെ സങ്കീർണത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മറ്റൊരു വഴിയുമില്ല. അവർക്ക് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു വിടുതലിനുള്ള വഴികൾ മാത്രമേ ലൈഫ് ലൈനായി ശേഷിക്കുന്നുള്ളൂ. When they understood the depth and the danger in the situation, they knew there is no other way but only a rescue from the Lord now. ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് സിമിലിയർ സിറ്റുവേഷനിലാണ് ദാവീദ് പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. In this point itself, that's when David says, the person who trusts in the Lord and whose trust is only in the Lord is a blessed man. എനിക്കറിയാം, ഈ ശുശ്രൂഷ ഒരു ഹാർഡ് അനുഭവത്തിലൂടെ പോകുന്നേ.
Let us understand the ministry is going through a hard time. പക്ഷെ നിങ്ങൾ ഉണരണം എന്ന്. But let us be awakened. ഇന്ന് ഇവിടെ ആരാധനയിൽ വെളിപ്പെട്ടതുപോലെ ഒരു ദൈവപ്രവൃത്തിയുടെ തലമാണ് ഇന്ന് വെളിപ്പെടുന്നത്. Just as the Spirit was working during the worship, the same is going to happen. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കത്തില്ല. It won't happen automatically. നമ്മുടെ ഇന്നർ ക്രൈ എത്ര ശക്തമാകും അതനുസരിച്ചുള്ള ദൈവിക വിടുതൽ നമ്മിൽ വെളിപ്പെടും. It all depends upon our inner cry, how strong it is, and through that a deliverance will be reflected. അത് വെറും നാച്ചുറൽ പ്രോസസ്സിലൂടെ സംഭവിക്കത്തില്ല. ആത്മാർത്ഥ ഹൃദയത്തോടെ നിലവിളിക്കാൻ, പ്രാർത്ഥിക്കാൻ, ഉരുകുന്ന ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറാകണം. It won't happen naturally, but we should be ready to cry earnestly and truly in the presence of the Lord. അവർ സാഹചര്യങ്ങളുടെ നടുവിൽ അവർ യേശുവിനെ ഉണർത്തി എന്നാണ് പറയുന്നത്. In that situation, they awakened Jesus Christ. അടുത്ത വാക്ക് അവരെ ഉണർത്താൻ ശ്രമിച്ചപ്പോൾ അവൻ ഉണർന്നു എന്ന് പറയുന്നു. And the next word says, when they tried to wake him, he awoke. അത് മാത്രമല്ല, അവൻ എഴുന്നേറ്റു. And not that he stood up. പ്രിയമുള്ളവരെ, അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് പൂർണ്ണമായും വ്യത്യാസമുണ്ടാകും. When he stands, all our situations will change. ഇന്ന് പകൽക്കാലം അവനെ ഉണർത്താനും എഴുന്നേൽപ്പിക്കാനും സാഹചര്യങ്ങളുടെ സങ്കീർണത തിരിച്ചറിഞ്ഞുകൊണ്ട് എത്ര പേർ തയ്യാറാണ്? How many of us will try to understand our situation and go to awake Jesus in our lives? ഇത് സഭയുടെ പുരോഗതിക്ക് വേണ്ടി മാത്രമല്ല. This is not just for the betterment of the church. ഇത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. It is not for the needs of others. ദൈവപൈതലേ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ദൈവകൃപയും ദൈവപ്രവൃത്തിക്കും വേണ്ടിയാണ് ഇന്ന് ദൈവാത്മാവ് ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത്. But it is a deliverance for our personal lives and needs. That's why the Spirit of the Lord is here today. ഇത് ഗ്ലോബൽ ഇവാഞ്ചലിസേഷന്റെ ഭാഗമായിട്ടല്ല. ഇത് ദൈവപൈതലിന്റെ ജീവിതത്തിനകത്ത് കടന്നു പോകുന്ന സാഹചര്യങ്ങളിലുള്ളതായ ഡെലിവറൻസിനെ കുറിച്ചാണ് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. It is not part of global evangelization, but for a deliverance in a child of God. എത്ര പേര് അതിനെ മനസ്സിലായി കാര്യങ്ങൾ? How many of us understood this? പ്രാർത്ഥിക്കാൻ തുടങ്ങുക. Let us start to pray. ശക്തമായി ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. Let us keep surrendering in the presence of the Lord today. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. Lord is going to do a great thing in your lives നിങ്ങൾ today. ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കർത്താവേ ഒരു മറുപടി ഇതുവരെ ഉണ്ടാകാത്തത്? We might be thinking, why is not an answer yet today? എന്തുകൊണ്ടാണ് ഒരു പ്രവൃത്തി ഇതുവരെയും തെളിമയോടെ വെളിപ്പെടാതിരിക്കുന്നത്? Why is there not a clear act in my life? അവന്റെ കൂടെ ഉണ്ട് എന്നുള്ള അവസ്ഥയിലൊക്കെയാണ് നാമെങ്കിലും നമ്മുടെ നിലവിളി വേണ്ടുന്നത് പോലെ ഉയരുന്നില്ല. Even though we are with him, but our cry is not much enough for him to awake him. നമ്മളുടെ സാഹചര്യം, ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം കുറച്ച് നാളുകൂടെ അത് അങ്ങോട്ട് നീണ്ടുപോയാൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. We are not trying to understand if the same situation goes by, what is going to happen. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില ഇടപെടലുകൾ ദൈവത്തിൻ്റെത് ഉണ്ടെങ്കിലേ സാധിക്കൂ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അത് സീരിയസ് ആയി പരിഗണിക്കുക. ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉത്തേജിപ്പിക്കുമ്പോൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് ഹൃദയത്തെ തുറന്നുകൊണ്ട് ദൈവജനം പ്രാർത്ഥിക്കണം. It is important we have an immediate intervention from the Lord. Only then we can escape the dangers which are ahead of us. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമായി വെളിപ്പെടുവാനിടയായി തീരും. And when we pray and think like that, great things of the Lord will happen in our lives. നമുക്കറിയാം ദൈവത്തിൻ്റെ പ്രൊവിഷൻ ദൈവജനത്തിനു വേണ്ടി എങ്ങനെയുള്ളതാണ് എന്ന്. We know how God's provision is for his people. ദൈവം വിളിച്ചിറക്കിയിട്ട് വഴിയിൽ വെച്ച് അലഞ്ഞു പോകാൻ അനുവദിക്കുന്നവനല്ല. നിങ്ങൾ ആ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ പറയണം ഇതിന്റെ കൂട്ടിരുന്ന്. Let us try to proclaim the words that God who has called us will not forsake us in the way. വഴിയിൽ നിന്നെ അനാഥമാക്കി ഉപേക്ഷിക്കുന്നവനല്ല ദൈവം. He is not someone who will forsake us as orphans in the way. മറിച്ച് അനാഥമായതിനെ ചേർക്കുന്നവനാണ് ഈ ദൈവം. But he is the one who gathers the orphans towards him. നല്ല ശമര്യക്കാരനെ നമുക്കറിയാം, ചേർക്കുന്നവനാണ്. We know the good Samaritan, he gathers towards him. കണ്ടും കാണാതെയും ആളുകൾ നിന്നെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ കടന്നു പോകാത്ത നിന്നെ ചേർക്കുന്ന, നിന്റെ മുറിവിനെ കെട്ടുന്ന, മുറിവിനെ ഉണക്കുന്ന, വേണ്ടതെല്ലാം ചെയ്യുന്നവനാണ് ഈ ദൈവം. When people pass by without helping, but God is the good Samaritan who binds our wounds and heals us.
ഹല്ലേലൂയ. സ്തോത്രം. ദൈവജനം പ്രാർത്ഥിക്കുക. Let us continue to pray. നിങ്ങൾക്ക് ഇന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിലും അനങ്ങാതിരിക്കേണ്ട, സൂക്ഷിച്ചോണം. Let us not be silent if we don't have troubles വെരി today. Let us be കെയർഫുൾ ആയിട്ട് ഈ careful. വചനങ്ങളെ ശ്രദ്ധിച്ചോണം. Let us carefully pay attention to the words. പരിശുദ്ധാത്മാവ് നൽകി തന്ന പൂർണ്ണ നിയോഗത്തിലുള്ള വചനങ്ങൾ മാത്രമേ ഇവിടെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുള്ളൂ. We are reading and understanding only the words which the Spirit has given today. ദൈവ പൈതലേ, നീ ഒത്തിരി കരഞ്ഞേ മതിയാകത്തുള്ളൂ. We need to cry more. നിനക്ക് ഇതുവരെ ഉയരാത്ത ശബ്ദം ഉയർന്നേ മതിയാകത്തുള്ളൂ. We need to have more earnest and ഇതുവരെ levels നീ of cries. നിലവിളിച്ചിട്ടില്ലാത്തൊരു നിലവിളിയുടെ ശബ്ദം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നേ മതിയാകെയുള്ളൂ. We need to shout and cry the way we have never done before. ഓ സ്തോത്രം. നീ സീരിയസ് ആയേ പറ്റൂ. We have to be serious today. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശാന്തമായി പോകുന്നു എന്ന് വിചാരിച്ച് കാറ്റ് മന്ദമായി ഊതുമ്പോൾ ഹല്ലേലൂയ ഗൗരവമായി അതിനെ നീ എടുക്കണം. ഹല്ലേലൂയ. When the situations are peaceful and the wind is blowing peacefully, but we need to take it seriously. കാരണം ദൈവത്തിന്റെ കരുതലിലൂടെ മാത്രമേ നിന്റെ ലൈഫും നിന്റെ ഭാവിക്കും ലോങ്വിറ്റി ഉള്ളൂ. Because only with the protection of our life, of God, we have life and longevity. നീ സേഫ് ആയിട്ട് അക്കരെ എത്തണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരുതൽ വേണം. If we need to reach ashore safely, we need അവൻ God's ഉണർന്ന് protection. നിന്റെ മധ്യത്തിൽ നിന്നേ മതിയാകൂ. He has to stay awake and be in our midst. അവൻ എഴുന്നേറ്റ് നിന്നേ മതിയാകൂ. He has to stand up in our midst. നീ അവനെ ഉണർത്തിയേ മതിയാകൂ. We have to awaken him today. How can you awake him? How can we forget him? എങ്ങനെ നിനക്ക് അവനെ ഉണർത്താൻ കഴിയും? How can we awake him? ഇന്ന് പകൽക്കാലം അതിന് തയ്യാറാകുക. ചില വിടുതൽ സ്പെസിഫിക് ആണ്. Let us prepare for that, and some deliverances are clear ചില വിടുതൽ today. നിശ്ചയമായും അവൻ നൽകുന്ന പകലാണ്. Some deliverances are sure today. ഉടകമന റബൽ പ്രവാലകടക രഹസ്യാന. ആത്മാവിൽ സ്തുതിക്കട്ടെ ദൈവത്തെ. Let's continue to worship in the Spirit. ആലോചനയിൽ നിന്നുകൊണ്ട് അല്പനേരം ആരാധിച്ചാട്ടെ. Let us receive that message and worship the Lord. ഓ റബൽ ഖംന റബൽ പ്രവാല വൈഡമനഹസ്യാന്ധുരാദിയ. ഓ നിലവിളി ഉയരട്ടെ. നീ അവനെ ഉണർത്ത്. ഉണർത്ത്. Awaken Jesus. ഉടർഖമന ഘടകസ്യാല. ഉടർഖമന ഘടകസ്യാല. അവൻ ഉണർന്നാൽ, അവൻ എഴുന്നേറ്റാൽ നിന്റെ മുൻപിലുള്ള കാറ്റ് അവൻ ശാന്തമാക്കും. If he awakes and നിന്റെ stands, ഭാരത്തെ അവൻ മാറ്റും. he will calm the storm, remove ഓ our നിന്നെ burdens. മുൻപോട്ട് നടത്തും. He is going to carry us forward. കൂടെ കൂടെ തിക്കി തിരക്കി നിന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന വെല്ലുവിളിയെ അവൻ ക്യാൻസൽ ചെയ്യും. He will cancel the challenges and fears from our lives. Glory be to God. Oh, ദൈവത്തിന്റെ കരം, ദൈവകരം, Mighty hand of God. Hallelujah. 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 ചില ദൈവവചനങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നാം ശക്തമായി ഇന്ന് പ്രാർത്ഥിക്കും. We will pray by reading some verses today. അവൻ എഴുന്നേറ്റു. അവൻ കാര്യങ്ങളെ സോർട്ട് ഔട്ട് ചെയ്തു. He stood up and sorted out everything there. ഇത്രയുള്ള കാര്യം. അവൻ എഴുന്നേൽക്കാൽ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ആകും. It is a very small thing if he stands അവനെ up. ഉണർത്താൻ ശ്രമിക്കുക. Let us try to awaken അവനെ him. ഉണർത്തുന്നതിന് എവിടാണ് പോരായ്മ എന്നുള്ളത് ചിന്തിച്ച് ക്രമപ്പെടുത്തുക. Let us find where the gap is, where we are not able to ആത്മാർത്ഥ awaken him. ഹൃദയത്തോടെ നിലവിളിക്കാൻ തുടങ്ങുക. Let us cry out earnestly to him. കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. God will come down and work for us. പുറപ്പാട് 16:4 ഇങ്ങനെ പറയുന്നു. In Exodus chapter 16 verse 4 it says, തന്റെ ജനമായ ഇസ്രായേലിനെ അവൻ നടത്തുകയാണ്. the Lord is taking care of these people of നിങ്ങൾ Israel. ചിന്തിക്കണം, ഇസ്രായേലിൽ നിന്ന് അവർ പുറപ്പെട്ടു വന്നിരിക്കുക. We need to understand they have departed from Egypt. ഈ പുറപ്പാടിൽ അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. In this journey they do not have anything to eat. അവരുടെ വസ്ത്രങ്ങളും മറ്റ് വെൽത്ത് കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിലും They have their clothes and possessions with them. ദൈവം വിളിച്ചിറക്കിയിട്ട് വഴിയിൽ വെച്ച് അലയാൻ അനുവദിക്കത്തില്ലെന്നൊരു പദം നമ്മൾ കേട്ടല്ലോ. We heard the phrase, God who has called us will not forsake us in ആ the way. ദൈവം ഇവരെ നടത്തിയ ലക്ഷക്കണക്കിന് വരുന്ന ജനത്തിന് ദൈവം മന്ന കൊടുക്കുകയാണ്.
And that God provides manna for these millions of people. അത് മാത്രമല്ല, മല്ലന്മാരുടെ ഭോജനമാണ് അവർക്ക് കൊടുക്കുന്നത്. Not just that, he gave him the bread of angels. ഭൂമിയിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത റോയൽ ഫാമിലിയിൽ സെർവ് ചെയ്യുന്നതിനേക്കാൾ അപ്ഗ്രേഡഡ് ആയിട്ടുള്ളതായ ഡെലിഷ്യസ് മന്ന ദൈവം അവർക്ക് കൊടുത്തു. It is a food which no one has received. It is a food more than the royal families God is ഈ giving them. സന്ദേശം തുടങ്ങി വരുന്നത് തൊട്ടുള്ള ചിന്തകൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കണം. Let us try to understand the thoughts we are going to get as we listen to his words. അവൻ ദൂരത്ത് നിൽക്കുന്ന ദൈവമല്ല. He is not someone who is afar off. കാഴ്ചക്കാരനായി നിന്ന് കാഴ്ച കാണുന്നവനല്ല ദൈവം. He is not just an observer who observes things. നിന്റെ സങ്കടവും പരാധീനതയും കണ്ടിട്ട് അത് എടുത്ത് ആസ്വദിക്കുന്നവനല്ല ദൈവം. He is not someone who observes our sorrows and just enjoys it. അവൻ കരയുന്നവരോട് കൂടെ കരയുന്നവനാണ്. He is someone who weeps with the crying people. മനസ്സ് നീറി നിൽക്കുന്നവർക്ക് സമീപസ്ഥനായിട്ട് അവൻ വരുന്നു. He is close to the broken-hearted. ഈ ജനത്തെ മുഴുവൻ അവൻ പരിപോഷിപ്പിച്ചു. And the Lord took care of these people. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന ഭാഗങ്ങളാണ് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇതാ വിധവയുടെ ഭവനം. We know that passage in 1 Kings about that widow's house. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഓൾ പ്രൊവിൻസ് ഫാമിനിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. We need to remember whole province is perishing in the famine. ഈ കാലത്ത് നാം സമൃദ്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ. We are in a time of prosperity. എന്നാൽ ഇവിടെ ഫാമിനിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. But here people are dying in the famine. മരിച്ചുകൊണ്ടിരിക്കുകയാണ്. People are just dying. ഈ സമയത്താണ് അവിടെ ഒരു വലിയ പ്രവൃത്തി നടക്കുന്നത്. And that's when a great thing happens. പ്രവാചകന്റെ ശബ്ദത്തിന്റെ മുൻപിൽ, ആലോചനയുടെ മുൻപിൽ വിധവ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. The widow is surrendering to the voice and message of the prophet. ആദ്യത്തെ സ്റ്റെപ്പില് അവൾക്ക് അതൊരു ഡിവൈൻ നേച്ചറൽ കാര്യത്തെ എടുക്കാൻ പറ്റിയില്ല. In the first step, she could not understand it in a divine nature. പത്രോസ് ആദ്യം കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ യാഥാർത്ഥ്യത്തെയാണ് അവൻ പറഞ്ഞത്. അതുപോലാണ് ഇവിടെയും സംഭവിക്കുന്നത്. Like Peter heard the Lord in a literal way, that's what is happening here. പത്രോസ് ഒരു പടി കൂടെ പറഞ്ഞു, ഇത് സംഭവം റിയാലിറ്റി ഇങ്ങനെയാണ്, ഹ്യൂമൻലി എക്സ്പീരിയൻസ്, എന്നാൽ നിന്റെ വാക്കിന് ഞാൻ ചെയ്യാം. Peter is saying, this is the situation in a human manner, but at your word I will do it. അവിടെ നടന്ന പ്രവൃത്തി നിങ്ങൾക്കറിയാമല്ലോ. And we know what happened next. ഈ വിധവയുടെ ഭവനത്തിനകത്തും പിന്നെ അവിടെ മാവ് കുറഞ്ഞില്ല, എണ്ണ തീർന്നു പോയില്ല. And even in the widow's house, the flour and the oil was never finished. ഇതെവിടെ നിന്നാ വന്നത്? Where did this come from? ഇതൊരു സൂപ്പർ നാച്ചുറൽ പ്രവൃത്തിയല്ലേ അവിടെ നടന്നത്? Is it not a supernatural thing? ഈ മന്ന എവിടെ നിന്നാണ് വന്നത്? Where did this manna come from? ആ ഫാമിൻ തീരുന്നത് വരെയും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചെന്നാണ് വിധവയുടെ കാര്യം പറയുന്നത്. And we read till that famine was finished, she continued to eat well. സറൗണ്ടിങ്ങിലുള്ള ആളുകളൊക്കെ പിന്നെ മരിക്കാതിരിക്കാൻ അവരെ കൂടെ പിടിച്ചു നിർത്താൻ ഈ കുടുംബത്തെ ദൈവം ഉപയോഗിച്ചു. And God used that family to save many people who were surrounding. ഇന്ന് പകൽ നാം പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈ ദൈവത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. Our God has a special provision for thy children. When we pray today, let us taste God and understand our God has a special provision for his children. അവന്റെ മക്കൾക്ക് വേണ്ടി പ്രത്യേക പ്രൊവിഷനാണ്. He has a special provision for his children. അതെങ്ങനെയാണെന്നോ, ഇത് മാത്രം വേറെ പ്രസംഗമായിട്ടൊന്നും കാണണ്ട, നിങ്ങളെയും ദൈവവുമായിട്ട് മാത്രം പോണം. സീരിയസ് ആയിട്ടുള്ള ഒരു സെഷനാണിത്. Let us seriously surrender before this word. ഈ മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും നടക്കേണ്ട ചില വിടുതലുകൾ ഉണ്ട്. അത് നടന്നേ പറ്റൂ. There are some deliverances to happen these hours and these coming days which need to happen. നിങ്ങൾ എത്ര പേര് ആ വിടുതൽ പ്രാപിക്കാൻ തയ്യാറാണ്? How many of us are ready to accept it? അതിനുവേണ്ടിയുള്ള ഒരുക്കം നിങ്ങളിൽ ഉണ്ടാകട്ടെ. Let us be prepared for that. അവൻ പ്രൊവൈഡ് ചെയ്തു. He provided. അവൻ അത് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു. He provided and prepared for them. ഇന്ന് ദൈവവൈതലേ നിനക്ക് വേണ്ടി എല്ലാം ഒരുക്കി തരാൻ അവന് കഴിയും. നിനക്ക് ഒരു വഴിയും കാണാനില്ല. And today we may not be able to see anything, but he is able to provide and prepare for us. യാതൊരു വഴിയും കാണാനില്ല. We cannot see any way. ഭാരപ്പെടണ്ട. Let us not be dismayed. ഇവിടെ വ്യാപരിക്കുന്ന ഈ ആത്മ സാന്നിധ്യമുണ്ടല്ലോ,
the Holy Spirit which is moving in our midst, ഇവിടെ പുറപ്പെട്ടു വരുന്നതായ ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, the message which is being proclaimed here, ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ധൈര്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാനും നിലവിളിക്കാനും തയ്യാറാവുക. let us hold strong to it, pray and cry before the Lord. ദൈവപ്രവൃത്തി സുനിശ്ചിതമാണ്. The works of the Lord are going to happen clearly, assuredly. എനിക്ക് വേണ്ടിയുള്ള പ്രവൃത്തി സുനിശ്ചിതമാണ് എന്നുള്ള ഉറപ്പോടെ ദൈവജനം ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. Let us be strong that God is going to work for me surely. അവൻ അത് പ്രവർത്തിക്കാൻ പോകുകയാണ്. And he is going to start working. ശക്തമായി അവൻ പ്രവർത്തിക്കാൻ He പോകുകയാണ്. is going to do mighty deeds. ശക്തമായിട്ട് അവൻ പ്രവർത്തിക്കുന്നു. And he is going to work mightily. ഇന്ന് എനിക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയുടെ ദിവസമാണെന്ന് പ്രാർത്ഥിക്കുക. These are the days for God's works for me. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങൾ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ. And let that come to our hearts. നമുക്കറിയാം ഈ ജനത്തെ മുൻപോട്ട് നടത്തിയ സമയത്ത്, And we know that when the Lord was leading this people, പുറപ്പാട് 13-ാം അധ്യായത്തിൽ കാണാം, in Exodus chapter 13 we can see അവൻ തന്റെ ജനത്തെ മുൻപോട്ട് നടത്തുകയാണ്. the Lord is leading his people. ഈ നടത്തുന്ന സമയത്ത് പകൽ മേഘത്തിന്റെ സ്തംഭം, And in that time, the daytime, the pillar of cloud, രാത്രി അഗ്നിയുടെ തൂണ്, and in the night, the pillar of fire. അവരെ ഫോളോ ചെയ്യുകയാണ്. It is following them. ഈ വഴിയാത്രയിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ദൈവത്തിനാണ്. In this journey, what we need, the Lord knows best. നമ്മുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ എങ്ങനെയാണ് ഫുൾഫിൽ ആക്കേണ്ടതെന്ന് കൃത്യമായി ദൈവത്തിന് പ്ലാനുണ്ട്. God knows how to fulfill the plans he has in our lives. ദൈവം അത് ചെയ്തെടുക്കാൻ ശക്തനാണ്. And God is almighty to do it for us. നാം പ്രാരംഭത്തിൽ വായിച്ച വചനം അങ്ങനെയുള്ളതാണ്. I will strengthen you. ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്നാണ് പറഞ്ഞത്. That is the verse we read in the beginning. I will strengthen you. സങ്കീർത്തനം 32 പറയുന്നുണ്ട്, In Psalm, ഞാൻ നിന്നെ ഉപദേശിച്ച് ഞാൻ നിനക്ക് വഴി കാണിച്ചു തരും. in Psalms 32 it says, I will counsel you and show you the way you should go. ഹല്ലേലൂയ. Amen, Jesus. നമുക്കിപ്പോൾ വഴിയില്ലെന്ന് ചിന്തിക്കുന്നവരോട് പറയുന്നു, ദൈവാത്മാവ് വഴി കാണിക്കും. And for all of us who do not know, ഉണർത്താനും കരയാനും സാഹചര്യം എന്താണെന്നുള്ളത് കൃത്യമായി അറിഞ്ഞ് അതിൻ്റെ ഔട്ട്കം എന്താണ്, ഇന്നിങ്ങനെ പോയാൽ ഔട്ട്കം എന്താ വരാൻ പോകുന്നതെന്ന് ഓർത്തു നോക്കുക. for all of us who think there is no way, the God is saying he will instruct you. അതാ ശിഷ്യന്മാർ പറഞ്ഞത്, ഞങ്ങൾ നശിച്ചു പോകുന്നെന്ന്. That's why the disciples said, I'm ഔട്ട്കം going അതാ to വരാൻ perish. പോകുന്നേ. Because the outcome is that. പക്ഷെ അത് മാറണം. But that should change. ആ ഔട്ട്കം, ഇന്ന് വരാൻ പോകുന്ന ഔട്ട്കത്തിന് ഒരു ചേഞ്ച് ഉണ്ടാവണം. The outcome should change in our lives today. അതിന് ദൈവപ്രവൃത്തി ആവശ്യമാണ്. For that we need a work of the Lord. കർത്താവ് എഴുന്നേറ്റേ പറ്റൂ. The Lord has to stand up. കർത്താവിന് അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല മറ്റാർക്കും. Apart from God, no one can do it for us. അതുകൊണ്ട് തന്നെയാണ് ഈ സെഷൻ വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞത്. ഇതൊരു അപൂർവമായി ലഭിക്കുന്ന അവസരമാണ്. That is why this session is serious and not like അതുകൊണ്ട് തന്നെ others. നിലവിളി ഉയരട്ടെ. Let there be a cry from our hearts. ദൈവം നമ്മോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. God is a merciful God to us. ഒരാളെ പോലും ഒഴിവാക്കി തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. He is not someone who singles out one person from അവൻ us. നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. He will do great deeds for us. അന്നേരം നമ്മൾ കേട്ടു ദൈവത്തിന്റെ പ്രൊവിഷൻ എന്തുവാണെന്ന് കേട്ടു. So we heard the provision of God. ദൈവം ഏത് വിധത്തിലാണ് തൻ്റെ ജനത്തെ ഗൈഡ് ചെയ്ത് മുൻപോട്ട് നടത്തുന്നത്. മേഘം മൂവ് ചെയ്യുമ്പം പോകാനുള്ള ഒരു സിസ്റ്റം ദൈവം ഉണ്ടാക്കി. And we heard about the guidance of God, how the Lord is leading his people through the cloud. നമുക്ക് വേണ്ടുന്നത് കൃത്യമായി തന്ന് നമ്മെ നടത്താൻ അവന് പൂർണ്ണമായ എല്ലാ പദ്ധതിയും സംവിധാനങ്ങളുമുണ്ട്. So we know that God is able to provide for us what we need and take us forward. അവൻ മനുഷ്യനെ നിത്യതയിൽ തന്നെ എന്നും നിലനിർത്താൻ ദൈവം വലിയൊരു പ്രവൃത്തി ചെയ്തു. He did a great thing for man to be in eternity അതാണ് forever. സ്വന്തം ഓമനകുമാരനായ കർത്താവിനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചത്. That is why he sent his only begotten son Jesus into this world. തൻ്റെ ഏകമകൻ, His only begotten son, ഓമനകുമാരൻ, his loving son. അപ്പൊ എത്രമാത്രം ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും കൺസേൺ ഉണ്ടെന്ന് ഇന്ന് ഓർത്ത് ആ ധൈര്യം നമ്മൾ പ്രാപിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. So we must understand how much concern God is for us and receive that strength and pray before the Lord. പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിന്റെ 5 പറയുന്നുണ്ട്, ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു, പാപികൾക്ക് വേണ്ടി മരിച്ചു. Paul in Romans in chapter 5 says, Jesus died for the sinners and for the unrighteous. നോക്കണം, തൻ്റെ ഓമനകുമാരനെ മരിക്കാൻ അനുവദിച്ചു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. We need to see he allowed his loving son to die for us. ഇന്ന് ആ ഇമ്മ്യൂണിറ്റി ഇന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ആ പദം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
And we need to enjoy that immunity from that death today. ഈ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുകയാണ്. We are going to experience these promises in our lives. കർത്താവ് തന്റെ ശുശ്രൂഷ ചെയ്തു പോയപ്പോൾ When God was doing his ministry, പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ നടുവിലേക്ക് അയച്ചു. he sent his Holy Spirit in our midst. അതിനെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 14 അധ്യായത്തിൽ പറയുന്ന സവിസ്തരമുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഐ വിൽ ആസ്ക് മൈ ഫാദർ, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും. We read about it clearly in John chapter 14 that Jesus says, I will ask my Father for a helper to be sent in your midst. റോമർ 8:26 പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ശക്തീകരിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നു എന്ന്. In Romans 8:26 we read, the Holy Spirit helps us in our weaknesses and intercedes for us. ഹല്ലേലൂയ. റോമൻ പടയാളികൾ യേശുവിനെ കൊണ്ടുവന്ന് കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്ത് എല്ലാ സന്നാഹങ്ങളും ചെയ്തെങ്കിലും പിതാവായ ദൈവം മരണത്തിൻ്റെ അധികാരങ്ങളെ തോൽപ്പിച്ച് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി. When Roman soldiers came and put the body of Jesus in the tomb, but the God broke the commanders and the chains of death and brought him up. അപ്പോൾ നോക്കണം, ദൈവത്തിൻ്റെ ഇടപെടൽ ചരിത്രത്തിൽ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ എങ്ങനെയാണെന്നുള്ളതാണ് നാം വചനത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുന്നത്. Therefore we must understand how God intervenes in human history. എത്ര ശക്തമായിട്ടാണ് ദൈവം ഇങ്ങനെ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. And how God works for people who are clearly trusting in him. നമുക്കറിയാം, ഫസ്റ്റ് സെഞ്ചുറിയിൽ പൗലോസിനെ ദൈവം വിടുവിക്കുന്ന സമയത്ത് അതൊരു സ്പിരിച്വൽ അഫെയർ ആണ്. പക്ഷേ അതൊരു ഡൈനാമിക് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ശക്തനായ ഒരു അപ്പോസ്തലനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന ഒരാളെയാണ് ദൈവം ചേഞ്ച് ചെയ്ത് കർത്താവിന് വേണ്ടി നിർത്തുന്നത്. We know that in first century when God called Paul, it was a dynamic matter because he called someone who was directly opposite to what he was. അപ്പോൾ ദൈവത്തിന് ഏത് കാര്യങ്ങളെയും എങ്ങനെയും തിരിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കട്ടെ. Therefore we should know God can change situation howsoever he wants to. 16ാമത്തെ സെഞ്ചുറിയിൽ നൂറ്റാണ്ടില് ആത്മികമായിട്ട് ജനം അധപ്പതിച്ചൊരു കാലഘട്ടമായിരുന്നു. In the 16th century the people were depleted of every spirituality. കറപ്ഷനും പാരമ്പര്യങ്ങളും റോങ് റിച്വൽസുമായിട്ട് സൂപ്പർസ്റ്റിഷ്യസ് റിച്വൽസുമായിട്ട് ജനം അധപ്പതിച്ച ഒരു ഇരുണ്ട കാലം. It was a time of corruption, wrong rituals and superstitious ആ beliefs. കാലഘട്ടത്തിൽ ദൈവം മാർട്ടിൻ ലൂഥറിനെ എഴുന്നേൽപ്പിച്ചു. In that time God lifted up Martin Luther. അത് മാത്രമല്ല, ദൈവവചനത്തിന്റെ അന്തസത്തയും ദൈവവചനത്തിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയും സാൽവേഷൻ, വിശ്വാസം, ഈ സ്ക്രിപ്ചറലായിട്ടുള്ള ആധികാരികതയെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്താൻ ദൈവം മാർട്ടിൻ ലൂഥറിനെ എഴുന്നേൽപ്പിച്ചു. And God used Martin Luther to bring back the importance of the word, to live and live life according to the word. അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ നിലനിർത്താൻ വേണ്ടി ദൈവം ജാഗരൂകമായി അവിടെ പ്രവർത്തിക്കുന്നു. And God is working there to sustain the importance of the word of God on world. 18ാമത്തെ സെഞ്ചുറിയിൽ In the 18th century ഒരു വലിയ സ്പിരിച്വൽ അവാക്കണിംഗ് ദൈവം കൊണ്ടുവരികയാണ്. there is a great spiritual change in this world. ഈ വെസ്റ്റേൺ കൺട്രീസ് എല്ലാം ആത്മികമായി അധപ്പതിച്ച ഒരു കാലഘട്ടമായിരുന്നു. It was a time of corruption among these western countries. ആ സമയത്ത് അനേക അഭിഷക്തരെ ദൈവം എഴുന്നേൽപ്പിച്ചു. But in that time God lifted up many anointed people for him. ജനത്തെ റിവൈവ് ചെയ്യാൻ വേണ്ടിയുള്ളതായ ദൈവം തന്റെ പ്രവൃത്തി ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. The Lord continued to do things to revive his people that time. ഇത് പറയാൻ അനേക ചരിത്രങ്ങളുണ്ട്. And there are many instances in history. സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന കാലഘട്ടത്തിൽ, In the time of Second World War, വളരെ വലിയൊരു പരാജയത്തിന് മുൻപിൽ ബ്രിട്ടൻ ഉൾപ്പെടുന്നതായ അലയൻസ് ഫോഴ്സ് 3 ലക്ഷത്തിലധികം വരുന്ന ഫോഴ്സ് ഒരു പരാജയത്തിന്റെ വക്കിലെത്തി. and the British and the Allies are in the midst of a big defeat. The forces of 300 നിങ്ങൾ million. ചരിത്രത്തിൽ നോക്കിയാൽ മതി. ദ മിറക്കിൾ ഓഫ് ഡൺകിർക്ക് 1940 നടന്ന സെക്കൻഡ് വേൾഡ് വാറിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. We can read in history about the miracle of Dunkirk which happened 1940. ദ മിറക്കിൾ ഓഫ് ഡൺകിർക്ക് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. It is known by miracle of Dunkirk. ഈ 3 ലക്ഷത്തിലധികം വരുന്ന ഫോഴ്സ് പരാജയത്തിന്റെ വക്കിൽ ഹിറ്റ്ലറിന്റെ കിരാതമായ ആ ആറ്റിറ്റ്യൂഡിൽ അവർ തകരാൻ പോകുകയായിരുന്നു. This force of 300,000 are in the midst of a big defeat in front of Hitler. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ മൂവ്മെന്റിൽ ദൈവം കാലാവസ്ഥയെ മാറ്റി.
But in that time, the Lord changes the weather. ഓ സ്തോത്രം, ഈ ഫോഴ്സിന് മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല. And the force is not able to march forward. വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. Many obstacles were there. ഹിറ്റ്ലർ സ്റ്റെപ്പ് ബാക്ക് ആയി. And Hitler had to step back. അതിനെ മിറക്കിൾ ഓഫ് ഡൺകിർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. That is why it is known as miracle of Dunkirk. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളെ ഇങ്ങനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? Why are we reflecting on such things? God always work in the human history. God always works in human history. God is not passive, he is very active. God is not passive, he is very active. ദൈവം തന്റെ ജനത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്നു. God is someone who works for his people in a mighty അവരുടെ manner. ആവശ്യങ്ങളുടെ നടുവിൽ അവൻ ജാഗരൂകനായി പ്രവർത്തിക്കുന്നു. He is concerned about the needs of his people and works for them. അവരുടെ ജെന്യൂനായ ആവശ്യങ്ങൾ ദൈവത്തിന്റെ ആവശ്യമായി ദൈവം കാണുന്നു. He makes the needs of the people his needs and works for അവർ them. നേരിടുന്ന ഭാരങ്ങൾ ദൈവത്തിന്റെ ഭാരമായി ഏറ്റെടുക്കാൻ അവൻ തയ്യാറാണ്. He takes our burdens and bears it for us. അസാധ്യമെന്ന് പറയുന്നവരുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വന്നവരെ ശക്തീകരിക്കാൻ അവൻ ആഗ്രഹമുണ്ട്. He is desiring to fulfill all the impossibilities in ഇന്ന് our പകൽ lives. എത്ര പേർ അതിന് തയ്യാറാകും? How many of us are prepared for അപ്പോസ്തല that? പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. In Acts of Apostles we see പത്രോസ് കാരാഗൃഹത്തിലായി കിടക്കുകയാണ്. Peter was in the prison. ഇനി ഒരു വഴിയുമില്ല. There is no other way. യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. James has been slain by the sword. അതുവരെ ഉപദ്രവമേ ഉള്ളായിരുന്നു. പെർസിക്യൂഷന്റെ സമയം കഴിഞ്ഞു. ഇപ്പോൾ കില്ലിംഗും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. Till then it was only persecution, now killing has started. യഹൂദന്മാരെല്ലാം സന്തോഷിച്ചു നിൽക്കുന്നല്ലോ. Jews are very happy. ഹെരോദാവ് ഒരു ഹിയറിംഗും ഇല്ലാതെ, മറ്റൊരു കോർട്ട് പ്രൊസീഡിംഗും ഇല്ലാതെ പത്രോസിന് വേണ്ടി ഡെത്ത് പെനാൽറ്റി ചാർജ് ചെയ്തു. Now Herod, without even a court proceeding, has charged death penalty for Peter. ഹല്ലേലൂയ. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. And next day morning things are proceeding for that. നിങ്ങൾ ചിന്തിക്കൂ, വാഗ്ദത്തമുള്ള ഒരുത്തൻ കാരാഗൃഹത്തിനകത്താണ്. Let us understand, a man with promise is in the prison. നിങ്ങൾ ചിന്തിക്കൂ, ഒരു കൂട്ടം നിസ്സഹായരായ പാവപ്പെട്ട വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് വേറൊന്നും ചെയ്യാൻ, ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവർക്ക് കഴിവില്ല. And we need to see a group of people who are helpless, are only praying, and there is ആ no one to help them. കാരാഗൃഹത്തിനകത്തേക്ക് ഇറങ്ങി ദൈവത്തിന്റെ ദൂതൻ വന്നില്ലേ? And did not the angel come down into that prison for the people? ഓ, പത്രോസിന്റെ കാലാമത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചില്ലേ? Peter's legs are bound in chains. Did not the angel break the ഓ, chains? നന്നാല് കൂട്ടത്തിന്റെ കാവൽക്കാര് അന്ധരായില്ലേ? Did not the guard of that prison be blinded? ഓ സ്തോത്രം. പത്രോസിനെ പുതപ്പുമണിയിച്ച് കരം പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നില്ലേ? Did he not lift and bring Peter out of the prison by പടുകൂറ്റൻ holding his hand? കാരാഗൃഹ വാതിലുകൾ അവരുടെ മുൻപിൽ തുറന്നില്ലേ? Did not the bars of the prison open in front of them? അവനെ പുറത്തു കൊണ്ടുവന്നില്ലേ? Did he not bring Peter out of the prison? പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നില്ലേ? Did he not bring him in front of the people who were പത്രോസ് praying? പിന്നീട് ശുശ്രൂഷിച്ചില്ലേ? Did not Peter minister after എത്രയോ that? ശക്തമായി പത്രോസിനെ ദൈവം കരങ്ങളിൽ എടുത്തു. And did he was not used ഓ, mightily ഇന്ന് after മകൾ that? ദൈവ പൈതലെ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ മതിയായവനാണ്. And even today he is enough and capable for us to live life. ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി നിന്ന ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ജീവിതത്തില് അഗ്നി ചൂളയുടെ നടുവില് നാലാമതൊരുവൻ ഇറങ്ങി വന്നില്ലേ? Did he not come down as the fourth person in the midst of the fire for the young man who was believing in him? ഹല്ലേലൂയ. നാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Let us continue to pray. ശക്തമായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. We are going to pray mightily. ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇന്ന് ഇവിടെ ഉള്ളത്. That God's presence is in our midst today. തടസ്സങ്ങളെ നീക്കിക്കൊണ്ടൊരു പ്രവൃത്തി. He is moving away the obstacles. ദൈവജനം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. Let us start praying in the presence of the ശക്തമായിട്ട് Lord. പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കരങ്ങൾ അടിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. Let us clap hands and pray strongly in the presence of the Lord. ദൈവജനം ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. വിടുതലിന്റെ സമയമാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദരബലഗടക ജഗനഗ രഗദന ദരതുരാല ബർബലക്ഷസ്യ അർത്ഥൽ കമനാരഗദ Oh, thy mighty hand. ശാരബലഗടക ജുഗനസ്യ ധനാദര വൈഡപ്രന്ദരഗടകസ്യ. ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ, സ്തോത്രം ശക്തമായി നമ്മോട് ഇടപെട്ടു. നമ്മുടെ മധ്യത്തിൽ അവന് ഇന്ന് പകൽ ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നീ ബന്ധനത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ അതിനെ പൊട്ടിക്കുന്ന, നീ
തകർച്ചയുടെ അനുഭവത്തിലാണെങ്കിൽ അതിനെ പൊട്ടിക്കുന്ന, അതിനെ തകർക്കുന്ന ദൈവവൈതലെ നീ പോലും അറിയാതെ നിന്നെ പിന്തുടരുന്ന ചില അദൃശ്യ വ്യാപാരങ്ങള്, ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങള് ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് വിട്ടുപോകുന്ന ഒരു തലം നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തുറന്നിരിക്കുകയാണ്. നിലവിളി ഉയരട്ടെ, ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ഘടാലവക്ഷാല വർദ്ധന ഘടക ജഗനക രഹസ്യ ആത്മമണ്ഡലത്തിൽ പോരാടി ദൈവജനം പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അർത്ഥലം പ്രബൽ ഘടനം. ഓ ദൈവപ്രവർത്തികൾ നടക്കുന്നു. ഉരുകി പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ മധ്യത്തിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങുന്നു. ചരിത്രത്തെ മാറ്റുന്ന ദൈവം, നിന്റെ സാഹചര്യത്തെ മാറ്റുന്ന ദൈവം, നിന്റെ ഹിസ്റ്ററിയെ ചേഞ്ച് ചെയ്യുന്ന ദൈവം. ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. കുടുംബത്തിനകത്ത് ചില വിടുതലുകൾ നടക്കുന്നു. എപ്പോഴും കുടുംബത്തിനകത്ത് അസ്വസ്ഥതയാണ്, സ്വസ്ഥതയില്ല. ഓ സ്വസ്ഥതയില്ല, സ്വസ്ഥതയില്ല. ഇന്ന് പകല് ദൈവം അതിന്റെ ചില ആഴമേറിയ ചില പ്രവർത്തികൾ അതിന്മേൽ ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ കർത്താല ശമനാദര അർത്ഥല വൈഡമന ഘടക റേബൽ പ്രൗഢ രഗത്യ രേഖന ശനാരഗസ്യ. യേശുവിൻ നാമത്തിൽ ഓ ദൈവത്തിന്റെ പ്രവൃത്തി, ശക്തിയേറിയ ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവവൈതലേ, ഇന്ന് നീ ഭാരപ്പെടുന്ന വിഷയം ദൈവത്തിന് സോർട്ട് ഔട്ട് ചെയ്യാൻ കഴിയും. അവൻ സോർട്ട് ഔട്ട് ചെയ്യുവാനായിട്ട് ഒരുക്കമുള്ളവനായി ഇവിടെ ശക്തമായി ഇടപെടുകയാണ്. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ, സങ്കടങ്ങളെ പൂർണ്ണമായി മാറ്റാൻ ഇന്ന് നാം പ്രാരംഭത്തിൽ